സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. അമ്മ എൻ്റെ അനിയത്തി മരിച്ച് 8 തന്നെ വിഷമടിച്ച്. ഈ പൊടി എൻ്റെ അനിയത്തിക്ക് ഒരു പൊടി കൊച്ചുണ്ട്, അതില് പോയാലും 3 മാസം പ്രായം. എൻ്റെ കൊച്ചിന് 12 മാസം പ്രായം. മാഡം, ഈ 2 കുട്ടികളും എൻ്റെ കയ്യിൽ. എനിക്ക് എന്താണെന്നറിയില്ല. എൻ്റെ ഭർത്താവ് പറയാ, നീ വാ നമുക്ക് പോവാം. ഞാൻ പറയും, എൻ്റെ അമ്മ ഇട്ടിട്ട് വരില്ല. എൻ്റെ അമ്മ അത്രയ്ക്കും അത്യാവശ്യം ആ നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒന്ന് എണീക്കാനോ ഒരു ഓർമ്മ പോലും ഇല്ല. അത്രമാത്രം വീര്യമുള്ള വിഷം എന്നോട് പറയാതെ അപ്പോൾ ഞങ്ങളൊരു വാടകയ്ക്ക് വീട്ടിലാണ് താമസിക്കുക. എനിക്ക് എവള് ആത്മഹത്യ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ട് ഒരു പേടി. വാടക വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ എന്നോട് ആശുപത്രി പോകണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഈ കാഞ്ഞിരത്തിൻ്റെ പട്ട വെട്ടി അത് വേവിച്ച് അതിൻ്റെ ആവി പിടിച്ചിട്ട് ഇത് ആ കഷായം പോലെ അങ്ങ് കുടിച്ചു കളഞ്ഞു. എന്നിട്ട് എനിക്കും കൂടി കൊണ്ടുവരിക. എൻ്റെ അവസ്ഥകളൊക്കെ അപ്പോഴാണ് അറിയുന്നത്, എവള് മരിച്ചതിന് ശേഷം. ഞാൻ അതുവരെ എൻ്റെ അമ്മയെ അറിയിച്ചിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല. കാരണം എനിക്കത് ഇഷ്ടമില്ല. എൻ്റെ അമ്മ ഒരു കാര്യം അറിയരുത് എന്നാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് അറിയിക്കണുണ്ട്, ഒരുപാട് അറിയിക്കണുണ്ട്. എനിക്ക് നിവർത്തിയില്ല. അവരെയും കൂടെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ഇതില്ല. പിന്നെ ഞാൻ ഗർഭിണി ആയപ്പോഴത്തേക്ക് എനിക്കൊരു 5-6 മാസമായപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് വെച്ച് തുടങ്ങി. അപ്പോൾ കുട്ടിക്കും വെയിറ്റായി, എനിക്കും വെയിറ്റായി. അപ്പോൾ എനിക്ക് 130ഓളം വെയിറ്റ്, മോൾക്ക് 5 കിലോ. അപ്പം നോർമൽ പ്രസവമല്ല. അപ്പം 5 കിലോയാണ് മോള്, 4 കിലോ വെള്ളം. ഇങ്ങനെ ആയി കിടക്കുകയാണ്. അപ്പോഴും അവർ പറഞ്ഞ് മരിച്ചു പോകുമെന്ന് തോന്നുന്നു, ഇതെന്താണെന്ന് അറിയില്ല. അന്ന് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ പൈസയില്ല മാഡം, ഒരു പൈസയില്ല. എൻ്റെ അമ്മ സഹായിച്ചാണ് ഞാൻ സിസേറിയൻ വരച്ചത്. ഡോക്ടറിന് പോലും പൈസ കൊടുത്തിട്ടില്ല. അവരെൻ്റെ ആ ഒരു കണ്ണീര് കൊണ്ട് ഡോക്ടർ പറഞ്ഞു വേണ്ടെന്ന്. മയക്ക് ഡോക്ടറിന് ഇതൊന്നും പൈസ. എന്താ രാവിലെ ഞാൻ പറയും പണിക്ക് പോവുക, വൈകിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഒരു തുണി പോലും എനിക്ക് വാങ്ങിച്ചു തരാനുള്ള കഴിവ് എൻ്റെ ഭർത്താവിനില്ല. ഇന്ന് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചും ചിരിച്ചും പഠിച്ചും അവർക്ക് ആവശ്യമുള്ള തുണികളോട്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറയാനില്ല. ചേട്ടനെ കൊണ്ട് തരും. അതെന്ന് വെച്ചാൽ ഒരു തുണി വാങ്ങിച്ച് എൻ്റെ കൊച്ചിനോ എനിക്കോ നേരെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 10 മാസം മുമ്പ് വേർപെട്ടത് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതോ വിനോദ് നിങ്ങൾ ഉപേക്ഷിച്ചു? അല്ല, ഇവിടെ നിൽക്കുമായിരുന്ന ആള് നിന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ചിലവിനും തരൂല, വല്ലപ്പോഴും ഒരിക്കൽ ജോലിക്കോ വീട്ടിൽ കയറി. അപ്പം അമ്മ അലയ്ക്കും, മോനെ നീ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ വിനോദ് ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് അങ്ങ് പോയിട്ട് വരത്തില്ല. ഞാൻ വിളിച്ചു നോക്കിയില്ലേ? ഞാൻ ഒരുപാട് വിളിച്ചു. ഞാൻ എടുത്തിട്ട് വരാന്ന് പറയുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അമ്മ അങ്ങ് പോയിരുന്നേ, കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം. അപ്പം ഞാനും അമ്മൂമ്മയും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോഴെനിക്ക് ഭയം, ആരെങ്കിലും വന്ന് നിൽക്കുമോ, വരില്ല. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ എന്നിട്ട് ഞാൻ കെഞ്ചി വിളിച്ച്, നിങ്ങൾ ഒന്ന് വന്ന് ഒരു നേരമെങ്കിലും വന്ന് കിടക്കുന്ന കണ്ട് ആളുകൾ പിറ്റേന്ന് എനിക്ക് അവ അവിടെ ഉണ്ട് എന്നൊരിതുണ്ട്. പക്ഷെ അതിന് പോലും വന്നില്ല. ഞാൻ അവരെ സഹോദരരുടെ ഞാൻ വിളിച്ച് പറഞ്ഞു മുന്നോട്ട് വിടണേ, ഞാനും അമ്മൂമ്മയും മറ്റേ. എനിക്കാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആയി പോകുമോ ആ ഒരു ടെൻഷനാണ് എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അമ്മ പറഞ്ഞു, അവൻ ഇനി വരുവാണെങ്കിൽ ഞാൻ അങ്ങ് പൊയ്ക്കോളാം മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കണോ കാണണം, ഞാൻ ഒരു തടസ്സമാവില്ല, ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്ന് അവർ പറഞ്ഞു. പക്ഷെ വരത്തില്ല, ഞാനിവിടെ വരില്ല. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു വാടകയ്ക്കിട്, ഞാൻ എവിടെ വേണം വരാം, പക്ഷെ നിങ്ങൾ വീട്ടിൽ വരില്ല, അടി കൂടാനും വഴക്കൂടാനും. എനിക്ക് സമാധാനമായി ജീവിക്കണം. അവൾക്കിപ്പം 4 വയസ്സാവാൻ പോകണം അടുത്ത മാസം. പെൺകുട്ടി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ അവൾക്ക് വരാം. അവൾ ഇതൊന്നും കാണാനോ, ഞാനിതെല്ലാം കണ്ട് സഹിച്ച് എൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും കണ്ട് അത്രമാത്രം സഹിച്ചവളാണ്. അപ്പം ഇനി എൻ്റെ മകള് അങ്ങനെ ഒന്നും പാടില്ല. എൻ്റെ മകൾക്ക് എപ്പോഴും അച്ഛൻ്റെ സ്നേഹം കിട്ടണം. കാരണം എനിക്ക് എൻ്റെ ആവശ്യം എൻ്റെ ഭർത്താവ് ജീവിതകാലം മുഴുവനും എൻ്റെ മോളെ ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്വത്തോടെ എൻ്റെ മകളുടെ നാളെ അവൾക്കൊരു കാര്യം വന്നിരുന്നാൽ പോലും ഞാൻ തളർന്നു പോയാലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും ഉറച്ച് ആണായിട്ട് തന്നെ ജീവിക്കണം. സൂര്യ പറഞ്ഞു അമ്മമ്മയും സൂര്യയും മകളുമായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭർത്താവ് വരുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ടൊരു പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ആരെങ്കിലും ഒക്കെ വന്ന് നമ്മളെ ഉപദ്രവിക്കും. അത് കാരണം ഇതിനു മുമ്പും പറഞ്ഞു, അച്ഛൻ ആത്മഹത്യ ചെയ്തോ, നിങ്ങൾ പെൺകുട്ടികൾ 2 അമ്മമ്മയുണ്ട്, 4 പേരുണ്ടാവും വീട്ടില്. ആ സമയത്തും നിങ്ങളുടെ ഭയം നാട്ടുകാർ വന്ന് ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടെയാണോ അവിടെ നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നത്? സാഹചര്യങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ശരീരം വെച്ച എന്നെ 22 വയസ്സെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. 22 വയസ്സേ ഉള്ളൂ. അതുപോലെ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർ വരെ എൻ്റെ കൂടെ വേറൊരു രീതിയിൽ പെരുമാറുമ്പോൾ ഞാൻ പറയും എനിക്ക് അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ, എൻ്റെ കൂടെ ഈ തരവർത്തം എനിക്കിഷ്ടമില്ല. അങ്ങനെയില്ല, ഞാനൊരു വ്യക്തി, പിന്നെ ഞാൻ ആ വ്യക്തിയോട് മിണ്ടാറേയില്ല. അങ്ങനെ പലരും കാരണം ഞാൻ അനിയൻ്റെ കൂടെ വന്നു,
ചേട്ടൻ്റെ കൂടെ ഇരുന്നു, അനിയൻ്റെ കൂടെ ഇരുന്നു. ഇങ്ങനെയുള്ള ഒരു നമ്മളെ വേറൊരു കാഴ്ചപ്പാട് കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളങ്ങനെ ഒരു ആൺതുണ വേണം പറഞ്ഞിട്ട് 15 വയസ്സിന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഈ കുട്ടികളെ നല്ല മിടുക്കിയായിട്ട് പഠിച്ച് നല്ലോണം വന്നത് സമൂഹം കുറച്ച് ഉപദ്രവിക്കാതെ പേടിപ്പിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് ഉടനെ തയ്യാറാവില്ല. കാരണം എനിക്ക് 26 വയസ്സിൽ വിവാഹം വേണം, എന്തെങ്കിലും ഒരു സർക്കാർ ജോലി വേണം. അത് എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, നിനക്ക് ഹൈറ്റും വെയിറ്റും ഉള്ളത് കൊണ്ട് പോലീസിൽ തന്നെ കിട്ടും, നീ ശ്രമിക്കുക എന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അല്ലെങ്കിൽ തന്നെ ഈ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒന്നുകിൽ അങ്ങനെ അപ്പോൾ ട്രോഫികളൊക്കെ വാങ്ങിച്ച് അടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡാൻസിങ്, പാട്ട്, അതെല്ലാം ഞാനും എൻ്റെ അനിയറ്റും പോകുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഇത്രയും നല്ല കുട്ടികൾ, കഴിവുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കഥകളിയൊക്കെ പഠിക്കാനുള്ള ആ ഒരിതും, കഥകളി പഠിച്ചു 3 വർഷമായപ്പോൾ അച്ഛൻ വേർപെട്ടുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് അതിനോടുള്ള ഇതില്ല. അമ്മയ്ക്ക് പിന്നെ ഏതൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് അമ്മ പിന്നെ അതിലോട്, പക്ഷേ അമ്മയ്ക്ക് താല്പര്യമുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഇന്നും പടമോ അല്ലെങ്കിൽ ഒരു കവിതയോ എഴുതുമ്പോൾ കൂടുതൽ പ്രോത്സാഹിക്കുന്ന എൻ്റെ അമ്മയാണ്. അവർക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ തന്നെ അവർ കൊള്ളാം മക്കളെ കൊള്ളാം. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ കാരണം എൻ്റെ പുറത്ത് വലിച്ച് കീറിക്കളയും ആ സമയം. ഇഷ്ടമില്ല, ഒരു പാട്ട് പാടുന്ന ഇഷ്ടമില്ല. അങ്ങ് പാടി കൊടുത്താലും മതി. അങ്ങനെ അല്ലെങ്കിൽ കൊള്ളാം എന്നൊരു വാക്ക് വെറുതെ, എന്തിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ ഒന്ന് പറയുക കൊള്ളാം. ഇതെല്ലാം വലിച്ചേറി കളയുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ആരെയും വിളിച്ച് അതൊന്നും ഇഷ്ടമില്ല. എന്താ ഒരു കടയിൽ പോയി നിൽക്കാൻ പോലും ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ അവരെയൊക്കെ വെച്ച് പറയും. ജീവിതം ഒരു കളിപ്പാട്ടം പോലെയാണ് വിനോദിന്. മദ്യപാനിയായ ജ്യേഷ്ഠനോടൊപ്പം ജീവിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ സൂര്യയെ തികഞ്ഞ ലാഘവത്തോടെയാണ് അവൻ ഭാര്യയായി സ്വീകരിച്ചത്. പച്ചയായ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് മാത്രം സൂര്യയ്ക്ക് വിനോദിന്റെ പ്രവൃത്തികളെ അനുകൂലിക്കാനാവുന്നില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവിനെ, അച്ഛനെ വിനോദിൽ കണ്ടെത്താനാകുമോ? കാണാം നമുക്ക് വിനോദിന്റെ കഥ. വിനോദ് പിന്നെ ആനാട് ഇവരുടെ വീട്. വിനോദിന്റെ വീട്? എന്റെ വീട് പാലോട്. പാലോട് പേരേത്ത. ഇപ്പം എന്ത് വർക്ക് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ കൂലിപ്പണി, തട്ടിന്റെ വീട് കെട്ടിട പണി. കെട്ടുന്ന പണിയൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, തുടർച്ചയായിട്ട് ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പം 1 മാസം കൊണ്ട് പോകണില്ല. അതെന്താ പറ്റി? അത് ഇഷ്ടമല്ലേ? പോവാൻ മനസ്സ് വരുന്നില്ല. മനസ്സ് വരുന്നില്ല, പോവാൻ മനസ്സ് വരുന്നില്ല. 1 മാസമായിട്ട്. എന്ത് പറ്റി? ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വിഷമമൊക്കെ ആയപ്പം പോവാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അല്ലേ? ഈ കുട്ടി പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞാ വിനോദ് അവിടെ പോയേ? ഞാൻ പോയിട്ട് അടുത്ത ദിവസമാണ് പോയത്. അതിന്റെ അടുത്ത ദിവസം. അങ്ങനെ ഒരു തോന്നലെങ്ങനെയാ വിനോദം? ചേട്ടത്തിയുടെ സ്ഥാനത്ത് നിന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ കൊണ്ടുവരണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചൊന്നും തോന്നലൊന്നും അങ്ങനൊന്നും പറയാനില്ല. ആ കുട്ടീനെ ഇഷ്ടമായി പോയി. നല്ലൊരു കൊച്ചിനെ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞു വിടുന്നല്ലോ എന്നുള്ളൊരു മനസ്സും കൂടെ ഉണ്ട്. നല്ലൊരു കുട്ടിയാണ്, പിന്നെ കൊച്ചു കൊച്ചാണ്. അത് അതിന്റെ കുറ്റമോ കാര്യങ്ങളോ കൊണ്ടല്ല അത് പോയിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഇഷ്ടം ഉണ്ടായിരുന്നു. 16 വയസ്സുള്ളായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ തിരിച്ചു വിളിച്ചോണ്ട് വരുമ്പോ അതിന് ചോറ് കൊടുക്കണം, അതിന് വേണ്ട ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊന്നും ചിന്തിച്ചിരുന്നില്ലേ? അന്ന് സൂര്യക്ക് 16 വയസ്സുള്ളപ്പോ വിനോദിന് 18 വയസ്സ്. എന്താ സംഭവിച്ചത് അന്ന്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ കൈകാര്യം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. അല്ല, ഇയാള് വിളിച്ച് പറഞ്ഞായിരുന്നു കല്യാണത്തിന് മുമ്പ്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കൂല, ചേട്ടൻ അങ്ങോട്ട് വിളിക്കും. വിളിക്കുമ്പോൾ സംസാരിക്കണ കൂട്ടത്തിൽ എൻ്റെ ഫോൺ വരും. അപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ചേട്ടൻ്റെ കൂടെ ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇയാളെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ. അനിയനും അല്ല, അത് പിന്നീട് വീട്ടിൽ വന്നിട്ടാണ്. അപ്പോഴും അമ്മയോടെ പറഞ്ഞായിരുന്നു. അപ്പോഴ് ഇത് ഇത്രയും ആയ സ്ഥിതിക്ക് ഇയാളമ്മ തന്നെയാണ് നിർബന്ധിച്ച് വീട്ടിലോട്ട് പറഞ്ഞ് കെട്ടിച്ച് വിട്ടത്. അങ്ങനെയാണ് വിളിക്കുന്നിടത്ത് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പം ഇത്രയും ആയി എല്ലാവരെയും അറിയിച്ച് എന്നിട്ടത് ഇനി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാകും, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോഴയാള്
എന്നിട്ടാണ് രതീഷുമായിട്ടുള്ള കല്യാണം നടന്നത്. അതെ അതെ. കല്യാണത്തിന്റെ അന്ന് തന്നെ വൈകുന്നേരം ഭയങ്കര വീട്ടില് ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ ആയി അയാള് അപ്പത്തേക്ക് എടുത്ത് ചേട്ടന്റെ നേരെയൊക്കെ നിന്ന്. അത് ശരി. വെട്ടുവെച്ച് എന്താ കാര്യം? കുടിച്ചോണ്ട് വന്നേനോ? അഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ്റെ മുമ്പ് പറഞ്ഞില്ലേ, എന്തിനാണ് പിന്നെ ചേട്ടൻ ഇതിനിങ്ങനെ എന്നെ കെട്ടണം എന്ന് പറയുന്നത്. രതീഷിനെ തുടക്കം മുതലേ ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്ക് അവര് പറഞ്ഞല്ലോ, അവർക്ക് കടയിൽ വന്ന പല ആൾക്കാരിൽ ഒരാളാണ്. അയാൾ തന്നെ പോയി ചോദിച്ചു, നിർബന്ധിച്ചു, കല്യാണം കഴിച്ചു. വന്നപ്പം വിട്ടുവെത്തി എടുത്ത് നിന്നു. അങ്ങനെ പിന്നെ പ്രശ്നങ്ങളായി. അവിടെ ഉള്ളവരൊക്കെ വന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് ഇതാണ് കാര്യമെന്ന്. കാരണം ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം. അങ്ങനെ ഇയാൾ പറഞ്ഞ് ഞാൻ രാവിലെ പോകുമെന്നും പറഞ്ഞ് നിന്ന്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞല്ലേ ഇവര് അമ്മയ്ക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് അപ്പം വയ്യായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ജീവിച്ചോ? ഒരു ദിവസം ഇല്ല. അത് ഏക അറിയാവുന്നുള്ളൊരു സാക്ഷിയാണ് അത്. കാരണം ഞാൻ അമ്മയടുത്ത് കിടക്കുന്നത് കാണുന്നൊരു സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ ഒരു ഇതിനെ സമ്മതിച്ചത്. ആ സമയത്താണ് നമ്മൾ തമ്മിൽ അടുത്തത്. മണ്ടിയും പറഞ്ഞു. അതിനുശേഷം അയാള് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കുറെ ദിവസം നിന്നിട്ട് വീട്ടില് ശരിയാവില്ല, ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് കുറെ ദിവസം വീട്ടിൽ നിന്നിട്ട് ഇയാള് വീട്ടിൽ പോയി. അടുത്ത ദിവസം തന്നെ ഞാനും പോയി വിളിച്ചിട്ട് വന്നു. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടാ അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്റെ ഭാര്യനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ചേട്ടൻ ഒരുപാട് അത് മദ്യവെച്ചുകൊണ്ടൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ശരിയാവൂല, അത് ശരിയാ, നീ ഇപ്പൊ ഇറങ്ങിക്കോണം, വീട്ടിൽ ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞു. പോയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ടല്ല കൊണ്ടുപോയത്, വേറെ വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. അവിടെയായിരുന്നു കുറെ നാള്, ഏതാണ്ട് ഒരു 6-7 മാസം അവിടെയായിരുന്നു. എന്നിട്ട് വീണ്ടും ഇയാളെ വീട്ടിൽ വന്ന് അവിടെയും കുറെ മാസം താമസിച്ചിട്ട് വീണ്ടും വേറെ വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ 2 വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു, മാറി താമസിച്ചു. അപ്പോ ഈ പിന്നെ വിനോദിന്റെ അമ്മ എന്തായിരുന്നു അവരുടെ പ്രതികരണം? അല്ല, രതീഷ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ ഉത്തരവാദിത്തമായിട്ട് നോക്കുന്നതിന് ഒരു താല്പര്യവും ഇല്ല. അപ്പൊ രണ്ടാമത് ഞാൻ ഇറങ്ങിപ്പോയതിന്റെ തന്നെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നായിരുന്നു. അപ്പോഴെന്നെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് അവിടെ ഒരു 10-15 ദിവസം അവിടെ കിടന്നു. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. അപ്പോഴെന്നെ ചേട്ടനും അടുത്തുണ്ടായിരുന്നു, അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ചേട്ടൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്നത് നമ്മള് നിന്നായിരുന്നു. പറഞ്ഞു അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോ നിന്നു. അപ്പൊ പോലും അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഒന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ആ വീട്ടിൽ താമസിക്കാൻ രതീഷ് സമ്മതിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മാറിയത്. അയാൾക്ക് മനസ്സുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അയാൾ ഭാര്യയായിട്ട് കൊണ്ടുവന്ന പെൺകുട്ടി വീട്ടിൽ അതിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം? ഇല്ല, അങ്ങനെ വീട്ടില് ഇല്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, അയാൾക്ക് മനസ്സിലായി, അയാളുടെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഈ കുട്ടിക്ക് അയാളോട് താല്പര്യം ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോളൂ, ഞാൻ ഒരു ശല്യത്തിന് വരൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടൻ അവിടെ നിന്ന് പോയായിരുന്നു. ജോലിക്ക് ദൂരെ സ്ഥലത്തൊക്കെ പോയി. വീണ്ടും വന്നു പ്രശ്നത്തിന് പോയിട്ട് അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇവിടെ വന്നേ ഉള്ളൂ. കാരണം സ്വന്തം വീടാണല്ലോ, വരാനുള്ള അവകാശമുണ്ട്. പക്ഷെ വന്ന് പറഞ്ഞ നമ്മളെ ഭാഗത്ത് നമ്മളെ ഒന്നും ഒന്നും ചെയ്തില്ല. അയാൾ ആ ഒരു റൂമിൽ കയറി, അയാൾ ആ റൂമിൽ നിന്ന് നമ്മളായിട്ട് ഒരു സംസാരവും ഒന്നും ബന്ധമില്ലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചേട്ടന് കല്യാണം വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മാറി. കാരണം അവിടെ നിൽക്കണ ശരിയല്ലല്ലോ അപ്പോഴേ, ആ സമയത്ത്. അതുകൊണ്ട് മാറിയതാണ്. മാറിയിട്ട് ചേട്ടന്റെ കല്യാണമൊക്കെ എൻ്റെ കൂടെ പറഞ്ഞില്ല, ഞാൻ പോയില്ല. ചെറിയൊരു ബുദ്ധിമുട്ടോ കാണുമല്ലോ. അല്ല, അങ്ങനെ കുറെ നാള് വീണ്ടും ഒരു വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. അവിടെ നിന്ന് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുറെ നാള് ചേട്ടത്തിയായിട്ട് വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടത്തീരെ വീട്ടിൽ തന്നെ അങ്ങോട്ട് വിതുര, പാലോട്. വീട് വാടക എടുക്കുന്ന അഡ്വാൻസും കാര്യങ്ങളും കൊടുക്കണം, വാടക കൊടുക്കണം, അതൊക്കെ നമ്മൾ ജോലി തന്നെ കൊടുക്കുമായിരുന്നു. അതെ, അതെല്ലാം അഡ്വാൻസ് ഇയാളെ അമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഒരു 3-4 വീട് എടുക്കുന്നതിനൊക്കെ മുമ്പ് അഡ്വാൻസ് തരാനൊക്കെ ഇയാളെ അമ്മ മാലയൊക്കെ പണയം വെച്ച് തന്നിട്ടുണ്ട്. മാലയും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ പോയായിരുന്നു. അതൊക്കെ നമ്മള് ജോലി ചെയ്ത് നമുക്ക് പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ടല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ട്. നമുക്ക് അതിനൊക്കെ ദൈവം അവസരം തരുകയും ചെയ്യും. നമുക്ക് വേണ്ടത് മനസ്സാണ്. നമ്മൾ എന്തായാലും നമ്മൾ അധ്വാനിക്കും. എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്ത് അവരുടെ കടം വീട്ടും. അതൊക്കെയാണ് നമുക്ക് വലുത്. കാരണം വിനോദിനെ കുറിച്ച് ഒരു പരാതിയും ഒന്നും പറയാനില്ല, ഒരു സ്നേഹക്കുറവ് ഒന്നും ഈ കുട്ടിക്കില്ല. ഉത്തരവാദിത്തമായിട്ടുള്ള ഒരാളാവണം.
എന്നെയും കുഞ്ഞിനെയും നോക്കുന്ന നല്ല ഉത്തരവാദിത്തമുള്ള ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. വിനോദിന് എന്താ പറയാനുള്ളത്? ഈ കുട്ടിയുടെ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇയാളെന്ന് പ്രതീക്ഷിക്കുന്നത് എന്റെ വീട്ടിൽ വന്ന് നിൽക്കണം. അല്ല, വിനോദ് എന്തേ പോയത് ഇവിടുന്ന്? ഇപ്പൊ അവരൊരുമിച്ച് താമസിക്കുമായിരുന്നല്ലോ, മോളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, ഇവിടെ വീട്ടിൽ താമസിക്കുമായിരുന്നല്ലോ. എന്തേ പോയത്? 10 മാസം മുമ്പ് പോയിന്നിപ്പോ ഇവര് പറയണത്. 10 മാസം എത്ര മാസായി? ഒരു 4-5 മാസം ആവേ ഉള്ളൂ അവിടെ നിന്ന് പോയിട്ട്. 10 മാസം മുമ്പ്. ശരി, 4 മാസം ആവട്ടെ. എന്തേ പോയത്? എന്താണ് പോകുന്നത്? ഇയാളെ അമ്മ തന്നെ ചില സമയം ഇയാളെ അമ്മ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ തീരെ അവിടെ നിന്ന് മാറിയത്. കാരണം ഇയാളെ അമ്മ അവിടെ നിൽക്കുമ്പോൾ ഓരോ കാര്യം ചെറിയ ചെറിയ കാര്യമായിരിക്കും പറഞ്ഞ് അത് വീട്ടിൽ വന്ന് പണി കഴിഞ്ഞ് വന്ന് കയറുമ്പോഴും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്നെ എന്തോ എനിക്കൊരു വിഷമം അത് തോന്നും. കാരണം ഇയാളുമായിട്ട് ഞാനായിട്ട് വഴക്കുണ്ടായിട്ടില്ല. കാരണം ഇയാളുടെ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും. ഓരോ കാര്യങ്ങള് ശരിയുള്ളതുകൊണ്ട് തെറ്റില്ല അല്ലതുകൊണ്ട്. എന്റെ അമ്മയാണ് പാതി പൈസയും തരുന്നത്. എന്ത് കാര്യം വന്നിരുന്ന എനിക്ക് എന്ത് അസുഖം വന്നിരുന്നാലും ഒരുപാട് സഹായിക്കുന്ന. ചെലവാക്കിയാതെ പറയത്തില്ല. ഇല്ല, അദ്ദേഹം ചെലവാക്കിയില്ല എന്ന് ഞാൻ പറയുന്നില്ല മേഡം. അദ്ദേഹം ചെലവാക്കില്ല. ഫുൾ കാര്യം എന്റെ നോക്കാനുള്ളതാണ്. എന്റെ അമ്മ ഉണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കാനുള്ളതല്ലേ. എന്റെ എന്ത് കാര്യം വന്നാലും ഭർത്താവ് നോക്കാനുള്ള. പിന്നെ അവര് തരുവാണെങ്കിൽ അത് വലിയ വീട്ടിൽ വരത്തില്ല, എന്റെ വീട്ടിൽ വരില്ല. കാരണം അതിനും കാരണമുണ്ട്. 500 രൂപ കൊണ്ടുവന്ന് 1000 രൂപ ചെലവാക്കിക്കളയും. എനിക്ക് അങ്ങനെ ചെലവാക്കില്ല മേഡം. എന്ന് നശിപ്പിച്ച് കളയുന്ന കാര്യം നിങ്ങൾക്ക് തരാറുണ്ട്. ഇതിന്ന് എന്റെ കയ്യിലാണ് തരാറ്. അതാണ് അവിടെ പ്രശ്നം. അവർക്ക് 2 ദിവസം തരുമ്പോൾ നല്ല സ്നേഹമായിരിക്കും. 3ന്റെ എന്ന് പറയും അത് അവക്ക് തന്നെ കൊടുത്തു, അവക്ക് തന്നെ കൊടുത്തു. ഈ കുട്ടിയെ അങ്ങോട്ടോ പുറത്തോട്ട് വിടുവോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക അങ്ങനെ ചെയ്ത വിനോദിന് പ്രശ്നമുണ്ടോ? ഇപ്പൊ ഇല്ല. കാരണം ഇടയ്ക്ക് എനിക്ക് എത്തി സ്വാർത്ഥത ഉണ്ടായിരുന്നു. അത് ഇയാള് സംശയമാണെന്ന് ഇയാൾ അതും പ്രശ്നമായി. ഇയാൾ അമ്മ തന്നെ അത് ഇയാളെക്കാലം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഇയാൾ അമ്മയെന്ന് പറഞ്ഞത് എനിക്ക് സംശയമാണെന്ന്. സ്വാർത്ഥത ഉണ്ടായിരുന്നു ഇയാളെ വരെ. എനിക്ക് സ്വാർത്ഥത ഉണ്ട്. കാരണം വെളിയിൽ അങ്ങനെ അങ്ങനെയല്ല, പിന്നീട് അത് ദോഷം വരാത്ത രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കാര്യം പറയുമ്പോൾ അയാൾക്ക് സംശയമായിട്ട് തോന്നും. അല്ലാതെ സംശയം എന്ന് പറയാം അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ സംശയമില്ല. പിന്നീട് എന്തെങ്കിലും അത് ഫാൾട്ട് വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കാര്യം പറയുമ്പോൾ അയാൾ ചിന്തിക്കണത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, സംശയം ഉണ്ടെന്നുള്ളത് ചിന്തിച്ചെടുക്കും. സംശയം ഉണ്ടാവാൻ അങ്ങനെ അല്ല കുട്ടി. ഈ 4-5 മാസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? അതിന് സംശയമല്ല. ഒരാൾക്കൊരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് അത് കൂടുതലുള്ളതിന്റെ പേര് വരുന്നതാണ്. നമുക്ക് സംശയമായിട്ട് തോന്നും. എന്നിരുന്നാലും പ്രായമുള്ളവരുടെ എൻ്റെ മുഖത്ത് നോക്കി പറയാനില്ല. പലരും അവർ തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന അവരുടെ കൂടുതൽ സംസാരിക്കുന്നത് എന്താണ്. ചിലപ്പോൾ ഒരു പ്രായമുള്ള എവിടെ പോകുന്നു അല്ലെ പലരും പറയുന്നത് കേൾക്കും. പല ആളുകളും പറയുന്നത് അങ്ങ് കേട്ടോളൂ. എന്നിട്ട് അത് എന്താണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യ സംസാരിച്ചില്ല, കേട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അയാളുടെ. പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ ചിന്താഗതി എനിക്കിപ്പല്ല ഉണ്ടായിരുന്നു. സ്വാർത്ഥത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അമ്മ ജോലിക്ക് പോകണ്ടോ? അമ്മ അവിടെ ഒരു അമ്പലത്തിൽ, അച്ഛനും അമ്മയും അവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ. അതെ, അപ്പൊ അവര് തരുന്നത് കൊണ്ടാണ് കഴിയുന്നത്. പക്ഷെ പണിക്ക് പോകണ്ടേ വിനോദ്? ഇതൊക്കെ ചെറുപ്പമല്ലേ? ഇയാൾക്ക് എന്ത് പ്രായമുണ്ട്? സുന്ദരമായിട്ട് ജോലിക്ക് പൊയ്ക്കൂടെ? അമ്മ പറയാറില്ലേ നീ എന്താ ഇവിടെ ഇങ്ങനെ വെറുതെ? അച്ഛനും എന്തും പോവാത്തെ? അയാൾക്ക് പിന്നെ മാനസികമായിട്ട് ഇപ്പൊ ഈ കുട്ടി അവിടെ നീ താമസിക്കുന്നു, ഞാനിവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. വെളിയിലിറങ്ങുമ്പോ സമൂഹം തന്നെ എന്തെങ്കിലും ചോദിക്കും. എന്താണ് അവിടെ വിട്ടിട്ട് വന്നതെന്നൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തു തരൂലേ? ഒരു ഭാര്യയുടെ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ? വീട്ടില് എന്താ ഇല്ലാത്തത് പറയും കേക്കട്ടെ. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാണ്. കാരണം അമ്മ ഉള്ളതുകൊണ്ട് അമ്മ എല്ലാം ചെയ്യും. അമ്മ ഉള്ളപ്പോ പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരോട് ഒരേ സാധനം ചെയ്യാൻ പറ്റുമോ? അല്ലാത്ത കാര്യം ചോദിക്കാം. തനി താമസിച്ചില്ലേ? തനിച്ച് താമസിച്ചപ്പോ എങ്ങനെയാണ്? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. എന്റെ ഭാഗമൊക്കെ ക്ലിയർ ആയിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നല്ലോണം ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അറിയുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ തന്നെ. നിങ്ങളുടെ അയൽവാസികളുടെ 1-2 ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, അഭിപ്രായങ്ങളൊന്ന് കേൾക്കാം. എൻ്റെ സുഹൃത്താണ് വിനോദ്. പുള്ളിക്കാരൻ ഡെയിലി പണിക്ക് പോകാറുണ്ട്, കുടുംബമൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ പുള്ളിക്കാരന് യാതൊരു വിഷയവും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അപ്പോൾ നല്ല വൃത്തിയെ ജോലിക്കും മറ്റു കാര്യങ്ങളും ചെയ്തു പോകുന്നത് ഞാനിവിടെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരുമിച്ചിരിക്കുന്നതും വലിയ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിനെ കാണാൻ വേണ്ടി വിനോദ് അവളുടെ വീട്ടിൽ ചെല്ലുമ്പം കാണാൻ സമ്മതിക്കുന്നില്ല. നഴ്സറി ചെന്നാണ് കണ്ടിട്ട് കാണുന്നത് എന്ന് പറയുന്ന. കുഞ്ഞിനെ കാണാൻ ചെല്ലുമെങ്കിൽ അവൾ മരിച്ചു കളയുമെന്ന് പറയുന്നു. സൂര്യയ്ക്ക് വിനോദിൻ്റെ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല. അത് ഈ സ്ഥലം അവളുടെ പേരിൽ എഴുതി കൊടുത്താലേ
താമസിക്കുള്ളൂ കാരണം പറയുന്നത്. ആർക്കും മോശം അഭിപ്രായം ഇല്ല അതിനെക്കുറിച്ച്. കുറച്ചെന്താന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരുടെ സ്വഭാവമായിപ്പോൾ ഒരു ഗൗരവം പോരാ, അതാണ് പ്രശ്നം.